ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേൾക്കണ്ടോ? ഒക്കെ കേട്ടപ്പോൾ കൊടുക്കുമല്ലോ. വേറെ നിങ്ങൾ കൊടുത്ത പൈസ ഒക്കെ പടം ഇവിടെ വാങ്ങിച്ചു അതിലേറെ കട്ടക്കാലോ. അത് വേണ്ട, ഞങ്ങൾക്ക് പറയണേക്കെ ഇജ കുട്ടിക്കൊരു ലക്ഷമൊന്നും ഏറ്റണ്ടല്ലോ. കുട്ടി ഇല്ലാതെ പറ്റി നമ്മളിവിടെ കറന്നു നോക്കിയിട്ടില്ല. ഇപ്പൊ എന്റെ സത്യാവസ്ഥ എന്നോട് പറയാം. നമ്മളിപ്പോ നിങ്ങൾ തമ്മിൽ കുട്ടി അതുകൂടി കൊണ്ടേ 2 മാസം കണ്ട കുട്ടി കിട്ടൂലേ മനസ്സിലാ? അതിനൊരു ഏരാൾക്കുള്ള കുളുക കിട്ടില്ല. ഒരു ഏരാൾക്കുള്ള അല്ല വൃത്തിയുള്ള ഒരു കുട്ടിയാണ്. ആ ചെറുപ്പാണി കൊണ്ടേക്കോളി. അയവൊന്നുമില്ല, ചെവിപ്പൊട്ടോ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വന്നെങ്ക പറഞ്ഞത് കേക്കോ? ഏയ് പറഞ്ഞത് കേക്കോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേൾക്കണ്ടോ? ഒക്കെ കേട്ടപ്പോൾ കൊടുക്കുമല്ലോ. വേറെ നിങ്ങൾ കൊടുത്ത പൈസ ഒക്കെ പടം ഇവിടെ വാങ്ങിച്ചു അതിലേറെ കട്ടക്കാലോ. അത് വേണ്ട, ഞങ്ങൾക്ക് പറയണേക്കെ ഇജ കുട്ടിക്കൊരു ലക്ഷമൊന്നും ഏറ്റണ്ടല്ലോ. കുട്ടി ഇല്ലാതെ പറ്റി നമ്മളിവിടെ കറന്നു നോക്കിയിട്ടില്ല. ഇപ്പൊ എന്റെ സത്യാവസ്ഥ എന്നോട് പറയാം. നമ്മളിപ്പോ നിങ്ങൾ തമ്മിൽ കുട്ടി അതുകൂടി കൊണ്ടേ 2 മാസം കണ്ട കുട്ടി കിട്ടൂലേ മനസ്സിലാ? അതിനൊരു ഏരാൾക്കുള്ള കുളുക കിട്ടില്ല. ഒരു ഏരാൾക്കുള്ള കുളുക വാങ്ങിക്കൊടുക്കേ. എത്ര കൂട്ടു പറയാം. വേണ്ട, കുട്ടി വെച്ച് 40 ഉറുപ്പ ഇജ്ജി കുട്ടിനെ കൊണ്ടുപോണ്ട. കുട്ടിയാണെങ്കിൽ 40 ഉറുപ്പ എനിക്ക് 10 ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടില്ലെങ്കിൽ വന്നു. ഉത്തരവാദിത്തം തരാം. ഒറ്റ ചോദ്യം ചോദിക്കും. ആയിക്കോട്ടെ, ചോദിച്ചാ നിങ്ങൾ അതിനെ വണ്ടി വെച്ച് പോയിക്കോളൂ. ഇതാ വണ്ടിക്കാർ ഈ പജ്ജേ എന്റെ വിലക്കാവൂല. പഞ്ച് അള്ളൊട്ടിക്കണ ചില കൂട്ടണ്ട. പജ്ജ് പാലിട്ട് വെച്ചാണ്. ഇതെന്ത് കച്ചിച്ചൊക്ക അല്ല, ഇത് ഇഷ്ടപ്പെടൂല. ഇജ്ജ് ഒരു ലക്ഷം കൊടുക്കണ അനുഭവം നടക്കും. ആ പച്ചൊന്ന് കച്ചിച്ച കുട്ടിയൊന്ന് കച്ചിച്ച ഊരെ ഉൾക്കിട്ടെ കച്ചക്കെ. അല്ല, ഇജ്ജ് കൊണ്ടോണ്ടണ മനസ്സിലായി. മുലക്കൊന്ന് കച്ചക്കെ. എന്നാ ഈ ബജ്ജ് കൂട്ടി കൊണ്ടേക്കോ. ഈ ബജ്ജ് കൂട്ടി എനിക്കൊന്നും പുടിയില്ല. ഇയാളൊക്കെ പഞ്ചായത്ത് ഏതാന്ന് വെച്ച് മനസ്സിലാവണില്ല. ഏത് പഞ്ചായത്തിൽ നിന്ന് വന്ന ഇയാളാണ്? നൂൽ പൈക്കൾ ഇഷ്ടമായിരിക്കുള്ളവരുണ്ട്. എവിടെ? മൂർക്കനാടോ? നിങ്ങൾ മൂർക്കനാട് പഞ്ചായത്തിൽ പെട്ടാ നിങ്ങൾ ഈ വിലക്ക് വെച്ചു. നിങ്ങൾ ഈ പെട്ടതല്ല, ഈ പെട്ടതല്ല. നിങ്ങള് മൂർക്കനാട് പഞ്ചായത്ത് പെട്ട ഒരാളാണെങ്കിൽ ആ വിലക്കൊന്നും ആ കാളെ വെച്ചൂല. ആ പഞ്ച് കെട്ടിക്കുകയും ചെയ്യാം. ബന്ധത്തെ പൈസ നിൽക്കണം. എന്റെ പഞ്ച് പറ്റില്ല പൈക്കുട്ടി. സൂപ്പർ പൈക്കുട്ടി അല്ലേ? സീറ്റ് ഇട്ട് കൊടുത്ത അത് അല്ലെങ്കിൽ കന്ന് ചൊട്ടിപ്പൊട്ടിച്ച് ഇങ്ങനത്തെ കുട്ടികൾ അവിടുന്ന് അവിടെ ആ കുട്ടി കൊടുത്ത 6000 ഉറുപ്പ. ഈ കുട്ടിയുടെ 100 ഉറുപ്പ എടുക്കൂല. അത് അങ്ങനെ കൊണ്ടുപോകും. ആട്ടർച്ചക്കടിക്കട ആക്കാണ്. അവനെ ബൈക്കിന്റെ നമ്മൾ സ്കൂട്ടി വെച്ച് കൊണ്ടുകൊടുക്കും. അതല്ലേ ഒരു കുട്ടി ഇവിടെ കയറാത്ത. അങ്ങനത്തെ കുട്ടി എടുക്കുള്ളൂ കേട്ടോ. ഇതൊന്നും എടുക്കൂല. കേട്ടിക്കത്തിനെ PG ആണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര ഒട്ടിച്ചേട്ടല്ലേ. ഈ കെട്ടുമ്പോ കേട്ടിക്ക. അതൊക്കെ നമ്മൾ തന്നെ. വേണ്ടേ ഈ പൈക്കുട്ടി ഉണ്ട്. ഒരു എച്ചപ്പ് പൈക്കുട്ടി ആയിക്കോട്ടെ. ഇതുകൊണ്ടുപോവാ. ഞാൻ അവിടുന്ന് പോന്നപ്പോ പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മളെ കാണാൻ ഇവിടെ 1000 കണക്കിന് ആള് വരുന്നുണ്ട്. കാണലേ ഉള്ളൂ. ഒരു ചേടപ്പഞ്ച് കൂടി മാങ്ങോണ്ട് ചേരും.
ചേടപ്പച്ചൊക്കെ വാങ്ങും. മര്യാദന്റെ പടച്ച തമ്പുരാനെ മര്യാദ ഇതിൽ മേലത്തെ മര്യാദ നമ്മളെടുത്ത് 18 അടവിൽ ദിവസം ഞാൻ ടെലിഫോണിൽ കേൾക്കണത് ഇത് കൊടുത്താണ്. ഞാൻ അതിലേറെ പോലെ വെച്ചതാ അവനെ പോലെ വേണേലും കൊടുത്തക്കുണേനെ. ആ പിന്നെ ഇനി പിഴിഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അല്ല പാലിന്റെ ബൈക്കുള്ളതാ. ഇടക പല്ല് പറഞ്ഞു ആജ് നോക്കൊന്നും വേണ്ട. അത് പറഞ്ഞു അത് നോക്കണ്ട. വലിയ എന്നോട് പറയും അതിന്റെ മര്യാദകൾ കൊടുത്തച്ച് ഞാൻ കൊടുത്തു. നമ്മള് ഈ പൈക്കളടിയിൽ ഇത് കെട്ടാനാ പുറം കയറാണ്. കൊടുത്തിച്ച് എന്റെ ചായക്കായിട്ട് എല്ലാം പറഞ്ഞു ഒരായി പോയി. ഈ എത്ര കച്ചറ കൊടുത്തൂടെ? ഒരായി പോയില്ലാത്ത ഇതിപ്പടി പൈക്കടി നിച്ച് കട്ടാൻ ചെറിയ കളകൂട്ടി പൊടിച്ചു കൊടുക്കും. പുറം കയറിയിട്ട് പോന്ന അല്ല വൃത്തിയുള്ള ഒരു കുട്ടിയാണ്. ആ ചെറുപ്പാണി കൊണ്ടേക്കോളി. അയവൊന്നുമില്ല, ചെവിപ്പൊട്ടോ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വന്നെങ്കായി ഒന്ന് പൊന്നിച്ചു കുടിച്ച അത് ഓനും കാണിച്ചോ. അത് ഓനിപ്പോ അത് അറിയാത്ത ആളല്ലല്ലോ. ഒരു പല്ലും തൊള്ളിപ്പോ നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് വേണം. ഇവിടെ ഈ പൈക്കളായിട്ട് കെട്ടാൻ മതി. അത് നാട്ടിൽ നിന്ന് കൊടുത്താണ് ആചാര. ഇവിടെ അങ്ങനത്തെ ആളെല്ലാം തിരിച്ച് പറഞ്ഞിട്ട് വരുന്നതാണ്. 13 ഞാൻ കൊടുത്തില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞു. ഉച്ചയാളെ കണ്ടപ്പോൾ പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അങ്ങനത്തെ ആളല്ലല്ലോ. അത് ചോദിച്ചോ അത് അയാൾക്കായതുകൊണ്ട്. ഇപ്പൊ നമ്മള് വേറെ ദിനല്ല പാരറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ കീസിലാക്കുമ്പോ ഒരു പാടുണ്ടാവേ. ഒരു 4 കീസുകൾ കൊണ്ടുവരാന്ന് പറയും. അത് വെള്ളം കിട്ടിയത് ഇപ്പൊ വന്ന് ഇറക്കിയതാണ്. ഇത് ഇറക്കിയ കുട്ടികളെ വെള്ളം കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം. അത് പുറം കയറി വെക്കണേ. ഒരു കാഴ്ചാന്റെ ഉറുപ്പലാവാൻ വേണ്ട. പഠിച്ചാൻ അയാള് അങ്ങനത്തെ ഒരാളല്ലേ. അല്ലാതെ എനിക്ക് ഉറുപ്പല്ല. അത് വേണ്ട. ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം 2000 ഉറുപ്പിന് കൂട്ടിട്ട് പോയി വില പുറത്തുണ്ട്. അത് കൊടുത്തേച്ചോ. ഞാൻ കൊടുത്തേച്ചോളാം. ഇതിന് 200 ഉറുപ്പ വില ഒരു ഒരു കുട്ടി കേട്ടോ. സത്യം പറയും മനസ്സിലാണ് ചെയ്യാൻ. പെരീക്കത്ര ഇങ്ങോട്ട് പോയി സത്യം ചെയ്യാൻ 33,000 ഉറുപ്പ വില എന്തെങ്കിലും തന്നു വെച്ചാല് നിങ്ങൾക്ക് അതുകൊണ്ട് തന്ന. ഞാൻ ഈ പൈക്കളടി കെട്ടി പുറം കയറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടേ കെട്ടിക്കോ. അല്ല ഔട്ടാ പ്രായം മൂപ്പുണ്ട്. അത് ഏതിട്ടെടുത്തോളം നിർത്തണയിൽ 4 നിർത്തണയിൽ 5 കിലോ തവിട് വായിക്കോളൂ. തവിടിറങ്ങൊക്കെ അറിയില്ല. അത് പറഞ്ഞാൽ മതി. കുട്ടിക്കോ 1 മാസം 3 മാസമായിട്ടുണ്ടോ കുട്ടി? ഇതിപ്പോ എന്തൊക്കെ പറ്റിട്ട് 6-7 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇതാ പറയുന്നത് വിചാരിച്ചു. ഇതിനെ തരൂല. അതിന് തള്ളുണ്ട്. ഇതിന് തള്ളതിനൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും കുട്ടികളെ കുടിപ്പിച്ചിട്ട് ആവശ്യമില്ല. ഇതിന് കുട്ടിയാണ്. ഇതിന്റെ തള്ള ചെയ്ത് നിൽക്കണേ. ഇതിനല്ലാണോ ഇതാണ്. അല്ലെങ്കിൽ കായ് പോയില്ലേ അതിനൊന്നും കുട്ടികൾ വേണ്ടേ. തള്ള വേണ്ട. അതൊക്കെ നമ്മള് ആയിരിക്കും വളർത്തേക്ക് കൊടുക്കാന്.